എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കുറേ നാളായില്ലേ നല്ലൊരു വലിയൊരു വീഡിയോ എടുത്തിട്ടില്ലേ. അപ്പോൾ വേറെ ഒന്നുമല്ല, ഹോസ്പിറ്റലിൽ കേസാണ്, കുറേ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു പലഹാരമാണ് കേട്ടോ. 4 മണി പലഹാരമായിട്ടും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ടാണെങ്കിലും ഏത് രീതിയിലും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു 1.5 കപ്പ് അളവിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കൂടുതലായിട്ട് ഒരു 3/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഞാൻ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നന്നായി വെട്ടി തിളയ്ക്കുന്നുണ്ട് നമ്മുടെ വെള്ളം. ഇതിലോട്ട് നമ്മുടെ ഈ 1 ഗ്ലാസ് അളവിൽ അരിപ്പൊടി ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഈ സമയത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇടിയപ്പത്തിനും അതല്ല പത്തിരിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ നന്നായിട്ട് ഇതിലോട്ട് പൊടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക. നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. നമ്മൾ പൊടി ഇട്ടതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ അടിപ്പിടിക്കും. അതുകൊണ്ടാണ്. അപ്പം ഞാനിവിടെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. നല്ലവണ്ണം നമ്മുടെ ഇടിയപ്പത്തിൻ്റെ പരുവത്തിലാണ് ആക്കിയെടുക്കുന്നത് കേട്ടോ. ചിലവർക്ക് ഇങ്ങനെ ഇളക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ചൂടുവെള്ളം നമ്മുടെ അരിപ്പൊടിയിലോട്ട് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് അങ്ങനെ മിക്സ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണെങ്കിൽ താഴത്തേക്ക് വെച്ച് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് നേരം നമുക്കൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. ഈ രീതിയിൽ നമുക്ക് കുഴയ്ക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇത്തിരി നേരത്തേക്കൊന്ന് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് വയ്ക്കാം കേട്ടോ. ഇപ്പോൾ ഒരു ആവറേജ് 6-7 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരുവിധം ഒന്ന് ചൂട് പോയിട്ടുണ്ട് കേട്ടോ. നല്ലവണ്ണം ചൂടൊന്നും ആറിയിട്ടില്ല. ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിനെ ചെറിയ ബോൾസ് ആക്കി എടുക്കാം കേട്ടോ. നമ്മുടെ അരിപ്പൊടിയുടെ കളർ കണ്ടിട്ട് എല്ലാവരും നോക്കുന്നുണ്ടാവില്ലേ. ഇത് മട്ടേരിയാണ് കേട്ടോ. മട്ടേരിയും രണ്ടും കൂടിയിട്ടുള്ള മിക്സാണ് കേട്ടോ. അപ്പോൾ മട്ടേരിയും പച്ചരിയും കൂടിയിട്ട് ഇട്ട് പൊടിച്ച് വെച്ചതാണ് കേട്ടത്. അപ്പോൾ അങ്ങനെ ഞാനിവിടെ കംപ്ലീറ്റ് അങ്ങനെ ബോൾസാക്കി എടുക്കുകയാണ് വേഗം തന്നെ. ബോൾസാക്കി എടുക്കൽ മാത്രം കേട്ടോ ചെറിയൊരു ചടങ്ങെന്ന് പറയാനായിട്ട്. അത് പെട്ടെന്ന് തന്നെ ഇതാ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ആവി കയറ്റി എടുക്കാം. ഞാനിവിടെ ഇഡ്ഡലി പാത്രം അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ ഈ ഒരു ബോൾസുകളൊക്കെ അതിലോട്ട് ഇട്ടിട്ട് ഒന്ന് ആവി കയറ്റി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് ആവി കയറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തുറന്ന് നോക്കാം നമുക്കിനി. ഞാൻ തുറന്ന് നോക്കിയതാണ് നമ്മുടെ ബോളൊക്കെ എല്ലാം തന്നെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അരി ഉണ്ടോ എല്ലാം കറക്റ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിനി ഉണ്ടാക്കിയെടുക്കാം. ഞാൻ വേറൊരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ കടുകും കൂടി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ അളവിൽ നല്ല ജീരകമില്ല അതും കൂടി ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ അരി ഉണ്ടങ്ങനെ പിടിക്കില്ലേ, അരിപ്പൊടി ചൂടാക്കുന്ന സമയത്ത് അതിലോട്ടാണെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതിലോട്ടോ ജീരകം. അപ്പോൾ ഞാൻ ഇതിലോട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീരകവും കടുകൊക്കെ നന്നായിട്ട് നായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മുടെ 1 മുറി ഞാൻ സവോള എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 3 പച്ചമുളകും ഒരു 2 വറ്റൽമുളകും കൂടി ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. എരിവ് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എരിവ് പോരാന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഇതിലോട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാലയൊക്കെ ഇട്ടാൽ വേറൊരു ടൈപ്പ് ടേസ്റ്റൊക്കെ വരും കേട്ടോ. അപ്പം ഞാൻ സിമ്പിളായിട്ട് നമ്മുടെ മക്കൾക്ക് ഒരുപാട് എരിവൊന്നും വലിയ താല്പര്യമില്ല. അപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു കളർ ചെറിയ ചേഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വളരെ സിമ്പിളാണ് കേട്ടോ. നമുക്ക് ആ ഒരു അരിപ്പൊടി ഒന്ന് ചൂടാക്കി എടുക്കുക. ആ ഒരു പണി മാത്രമേ ചെറിയൊരു ഇതുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇത്രേ വേണ്ടുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ബോൾസുകൾ ഞാൻ കുറച്ച് തേങ്ങയും കൂടി നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് വിട്ടുപോയി ഞാൻ. അപ്പോൾ അതും കൂടി ഞാൻ ഈ സമയത്തൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. തേങ്ങയൊക്കെ കുറച്ച് കൂടുതലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ കുറച്ച് എടുത്തിരിക്കുന്നു കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂണൊക്കെ കേട്ടോ, അത്രയ്ക്ക് പറയാം. അത്ര എടുത്തിരിക്കുന്നു. ഞാൻ ചൂടാക്കി കുറേ നേരിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. ഒരുപാട് ഡ്രൈ ആവേണ്ട തേങ്ങ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിൽ മാത്രം അത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഇനി ഇതിലോട്ട് നമ്മുടെ ബോൾസാക്കി വെച്ചിരിക്കുന്നത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രേ വേണ്ടുള്ളൂ. ഇനി ഫ്ലെയിം കുറച്ച് നേരം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ ഇത് കംപ്ലീറ്റ് എല്ലാം ഒന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ ഈ ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട്. എല്ലാവർക്കും ഈ ഒരു സ്നാക്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ കുറേ നാളായി ഞാൻ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് എല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം. എങ്കിൽ മാത്രമേ ഞാൻ വീണ്ടും എനിക്ക് വീഡിയോസുകളൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ.
അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.